പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവ്യയെ പോലെ തന്നെ അനാമിക ഗർഭമുണ്ടെന്ന് കള്ളം പറയുകയാണ്. രേവതി അനാമികയോട് പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഞാൻ അവിടെ നിന്നോടത്തോളം നിനക്കൊരു സ്ഥാനവുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. വേണുവേട്ട, ആ നയനിയാണ് അവിടെയുള്ളവരെല്ലാം തലയിലേറ്റി നടക്കുന്നത്. അത് കേട്ട് വേണു പറയുന്നുണ്ട്, അത് ശരിയാണ്. മോളുടെ സ്ഥാനം അവിടെ എങ്ങനെയെങ്കിലും ഉറപ്പിക്കണം. അച്ഛനും അമ്മയ്ക്കും അങ്ങനെ നിസ്സാരമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ എന്താണ് ചെയ്യേണ്ടത്? എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും അവിടെയുള്ളവർക്കൊന്നും എന്നെ പിടിക്കുന്നില്ല, പ്രത്യേകിച്ച് ആ കിളവനും കിളവിക്കും. അത് കേട്ട് വീണ്ടും പറയുന്നുണ്ട്, മോളുടെ സ്ഥാനം അവിടെ ഉറപ്പിക്കേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. എന്താ രേവതി അതിനൊരു വഴി? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ വേണുവേട്ടാ. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മോളൊരു അമ്മയാവണം. നീ എന്താണ് പറയുന്നത് രേവതി? അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? പ്രത്യേകിച്ച് ആ ചെറുക്കന് നമ്മുടെ മോളോട് തീരെ താല്പര്യവുമില്ല. ഞാൻ നോക്കിയിട്ട് അതൊരു വഴി മാത്രമേ കാണുന്നുള്ളൂ. അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അനുഭവിക്കുന്നതൊക്കെ ഞാനല്ലേ. നീ എന്തനുഭവിച്ചു എന്നാണ് പറയുന്നത് മോളെ? അമ്മേ, അതൊരു വലിയ വീടാണെന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് നരകമാണ്. അതുകൊണ്ട് അവിടെയുള്ള എൻ്റെ വിഷമങ്ങൾ തുറന്നു പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അച്ഛനും അമ്മയും ഒന്നും അറിയാത്തതുപോലെയാണ് സംസാരിക്കുന്നത്. മോളെ, ഞാൻ പറഞ്ഞതുപോലെ നീ ഗർഭിണിയായി കഴിഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കാൻ നിനക്ക് വേറെ ഒന്നും വേണ്ട. അമ്മേ, അതിന് എനിക്ക് എന്നോട് തീരെ താല്പര്യമില്ല. ആ സമയം വേണു പറയുന്നുണ്ട്, അത് മാത്രമല്ല രേവതി, മോൾക്ക് കുഞ്ഞുണ്ടാകുന്നത് വരെ ആ നായനിയെ എല്ലാവരും പൊക്കി പറയുന്നത് മോള് അവിടെ കേട്ട് ജീവിക്കേണ്ടേ? വേണുവേട്ടാ, ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് കേൾക്കണം. അവിടെ ആ നായനിയുടെ മൂത്ത ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, കള്ളഗർഭമുണ്ടെന്ന് പറഞ്ഞ് അഭിനയിച്ചിട്ടല്ലേ 8 മാസം അവിടെ ജീവിച്ചത്. പിന്നെ നമ്മുടെ മോൾക്ക് എന്താ അങ്ങനെ നാടകം കളിച്ചാൽ? എൻ്റെ രേവതി ഇപ്പോൾ കേടുപാടില്ലാതെ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നീ ആവശ്യമില്ലാത്ത ഉപായമൊന്നും പറഞ്ഞു തരല്ലേ വേണുവേട്ട. നിങ്ങളുടെ മോളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മോൾ ഗർഭിണിയാണെന്ന് അനന്തപുരിയുള്ളവരെ പറഞ്ഞു ധരിപ്പിക്കണം. അതിന് മോൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. രേവതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കള്ളം പറയുക? കുറെ കഴിയുമ്പോൾ എന്തായാലും ഇത് പിടിക്കപ്പെടും. വേണുവേട്ട, അപ്പോഴേക്കും നമ്മുടെ മോൾ ശരിക്കും ഗർഭിണിയായാൽ പോരെ? എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. അങ്ങനെ രേവതി രണ്ടുപേരോടും അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ധരിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയാണ്. അനന്തപുരിയിൽ ജാനകി അജയനോട് സംസാരിക്കുന്നുണ്ട്. ആ സമയം മുതലെടുത്ത് അനാമിക വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ആ കാഴ്ച കണ്ട് ജാനകി പറയുന്നുണ്ട്, അയ്യോ മോൾക്ക് ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അനാമികയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മോളെ, എന്താ പറ്റിയത്? ഒന്നുമില്ല അമ്മേ, കഴിച്ചതൊന്നും പറ്റിയില്ല എന്ന് തോന്നുന്നത്. അതിനിവിടെ വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. എന്തോ എൻ്റെ വയറ് ചീത്തയായി എന്ന് തോന്നുന്നത്. നല്ല തലവേദനയുണ്ട് അമ്മേ. എങ്കിൽ ശരി, മോൾ പോയി നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്ക് എന്നൊക്കെ പറഞ്ഞ് ജാനകി അനാമികയെ റൂമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് ജാനകി അജയൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അല്ല, എന്താണ് നിന്റെ മരുമകൾക്ക്? എൻ്റെ മരുമകളോ? അപ്പോൾ നിങ്ങളുടെ മരുമകളല്ലേ? അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അതും പറയും അതിനപ്പുറവും പറയും. അവൾക്ക് എന്താ ജാനകി? അവൾക്ക് കഴിച്ചത് പറ്റാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. എന്തോ അറിയില്ല, മോൾ വൊമിറ്റ് ചെയ്തു. എങ്കിൽ പിന്നെ അനിമോനെ വിളിച്ച് പറ ഇത്രയും പെട്ടെന്ന് അനാമിക മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. മോളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതും കഴിഞ്ഞിട്ട് ആകാമില്ലെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാം. പിന്നീട് കാണിക്കുന്നത് പ്ലാൻ ചെയ്തതുപോലെ തന്നെ രേവതിയും വേണു അനന്തപുരിയിലേക്ക് വരുന്നതാണ്. ആ സമയം അവിടെ ജാനകിയും ജലജയും അനാമികയും ഒക്കെ നിൽക്കുന്നുണ്ട്. അച്ഛനും അമ്മയും കണ്ടപാടെ അനാമിക ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അമ്മേ, അച്ഛ ഇരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. ആ സമയം ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവരിന്നലെ വന്നു പോയിട്ടേ അല്ലേ ഉള്ളൂ, ഇപ്പോഴെന്തിനാണ് വീണ്ടും വന്നിരിക്കുന്നത്? സമയം വീണ് പറയുന്നുണ്ട്, എന്താ പറയാനാ, വീട്ടിൽ ചെന്നാൽ രേവതിക്ക് എപ്പോഴും മോളുടെ ചിന്തയേ ഉള്ളൂ. സമയം രേവതി പറയുന്നുണ്ട്, നിങ്ങളാരും ഒന്നും കരുതരുത്. ഞങ്ങൾ ഞങ്ങളുടെ മോളെ ലാളിച്ചാണ് വളർത്തിയത്. ഒറ്റ മോളല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റില്ല. വീട്ടിൽ മോളില്ലാത്ത കുറവ് നല്ലോണം അറിയുന്നുണ്ട്. മോളെ കാണാതെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ജാനകി. അതിനെന്താ, മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെയാണ് എന്നൊക്കെ ജാനകിയും പറയുന്നുണ്ട്. ആ സമയം വീണു, ഒന്നും പറയണ്ട. വീട്ടിലിരുന്നാൽ എപ്പോഴും രേവതിക്ക് മോളെ ആലോചിച്ച് കരയുന്ന പണിയാണ്. രേവതിയുടെ അവിടെയുള്ള സങ്കടം കാണുമ്പോൾ ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടി തോന്നും. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാണ് അനാമിക മോളുടെ അമ്മ കരയുന്നത്? അത് കേട്ട് വേണു പറയുകയാണ്, ഒന്നും തോന്നരുത് ജാനകി, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. രേവതിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ ഇവിടെ ചിലരൊക്കെ ശ്രമിച്ചില്ലേ? അതിനുശേഷം രേവതിക്ക് അനാമിക മോളെ ഓർത്ത് എപ്പോഴും പേടിയാണ്. ഞങ്ങളുടെ മോളെ എങ്ങനെ വിശ്വസിച്ച് ഇവിടെ താമസിപ്പിക്കും? അങ്ങനെയൊന്നും പറയരുത് മോളെ, ഞങ്ങളൊക്കെ ഇവിടെ നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ജാനകി പറയുകയാണ്. നോക്കുന്നുണ്ട്, അത് ശരിയാണ്. ചിലപ്പോൾ ഞങ്ങളുടെ കണ്ണു തെറ്റിയാൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. ജാനകിയും വീട്ടുകാരെയും വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, ഞങ്ങൾക്ക് ഒറ്റ മോളല്ലേ, അതുകൊണ്ടൊരു ഉത്ഭയം. രേവതി ഏതായാലും കുറച്ച് ദിവസം ഇവിടെ കാണും. രേവതിയുടെ പേടിയൊക്കെ മാറിക്കോട്ടെ.
അത് കേട്ട് ജലജ പറയുന്നുണ്ട്, അല്ല രേവതി പോയിട്ട് അധിക നാളായിട്ടില്ലല്ലോ, 2 ദിവസം മുമ്പ് അങ്ങ് പോയിട്ടല്ലേ ഉള്ളൂ. അത് കേട്ട് ജാനകി പറയുന്നുണ്ട്, നീ എന്താ ജലജ ഇങ്ങനെ പറയുന്നത്? എൻ്റെ മരുമകൾ നല്ല അന്തസ്സായിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മോളുടെ അച്ഛനും അമ്മയും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, എത്ര വേണമെങ്കിലും നിൽക്കാം. അത് കേട്ട് വേണു പറയുന്നുണ്ട്, അയ്യോ ജാനകി, ഇവർക്ക് രേവതി ഇവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ നിർത്തുന്നില്ല. അയ്യോ ഞങ്ങളൊന്നും കരുതരുത്, ജലജ ഒന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതൊന്നുമല്ല. അനാമിക മോളുടെ അച്ഛനും അമ്മയ്ക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. എന്നാൽ രേവതി കുറച്ച് ദിവസം നീ ഇവിടെ നിന്നോ. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ബിസിനസ് കാര്യങ്ങളുമായി ഓടി നടക്കുകയാണ്. അതുകൂടാതെ എനിക്കിന്നൊരു മീറ്റിങ്ങും ഉണ്ട്. എല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരിക്കും. ഞാൻ പോയിട്ട് വേണം അത് തുടങ്ങാൻ. എങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ? ഒന്നും വേണ്ട, ഇനി വരുമ്പോൾ ആകാമല്ലോ. ഓക്കെ എങ്കിൽ ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് വേണു പോകാൻ ഒരുങ്ങുമ്പോൾ അനാമിക തല കറങ്ങി വീഴുകയാണ്. അയ്യോ എന്ത് പറ്റി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഓടിച്ചെന്ന് അനാമികയെ പിടിക്കുകയാണ്. സമയം രേവതി ടെൻഷനോടെ പറയുന്നുണ്ട്, അയ്യോ എൻ്റെ കൊച്ചിന് ബോധം തെളിയുന്നില്ലല്ലോ. അത് കാണുമ്പോൾ ജലജകരം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അല്ല ഇത്രയും നേരം ഇവൾക്കൊരു കുഴപ്പവുമില്ലല്ലോ, ഇപ്പോൾ എന്തു പറ്റി? എൻ്റെ ജലജ ഓടിച്ചെന്നിട്ട് ഇത്തിരി വെള്ളം എടുത്തു കൊണ്ടുപോകാം. കേട്ടപാടെ ജലജ ഓടിച്ചെന്ന് വെള്ളം എടുത്തു കൊണ്ടുവരുന്നുണ്ട്. വീണു ആണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അനാമികയുടെ മുഖത്ത് കുടയുന്നുണ്ട്. അപ്പോൾ തന്നെ അനാമികയ്ക്ക് ബോധം തെളിയുന്നുണ്ട്. അച്ഛാ എന്ത് പറ്റി മോളെ? എന്താണ് പറ്റിയത് മോളെ? മോളെന്ന് ഒന്നും കഴിച്ചിട്ടില്ലേ? അത് കേട്ട് ജാനകി പറയുന്നുണ്ട്, മോൾ രാവിലെ നന്നായിട്ട് കഴിച്ചതാണല്ലോ. ഇത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ഭക്ഷണം കഴിച്ചപ്പോൾ രാവിലെ ഞാൻ വൊമിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയില്ല. ഇപ്പോൾ എനിക്ക് രണ്ടാമതും തുടങ്ങിയിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ രേവതി അഭിനയം പോലെ കാണിക്കുകയാണ്. അല്ല മോൾക്ക് വൊമിറ്റിംഗ് ഉണ്ടായിരുന്നോ? അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതെ രാവിലെ കുറച്ച് വൊമിറ്റിംഗ് ചെയ്തു. ഇത് കേൾക്കുമ്പോൾ രേവതി അങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. എന്താ രേവതി എന്നൊക്കെ ജാനകി ചോദിക്കുമ്പോൾ, എൻ്റെ മോളൊരു അമ്മയാകാൻ പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ അനാമിക വലിയ സന്തോഷം നടിക്കുന്നുണ്ട്. ജാനകി സന്തോഷം അടക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്നൊരു കുഞ്ഞിക്കാൽ കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഈശ്വര ഇത്രയും പെട്ടെന്ന് ഇത് സാധിച്ചു തന്നല്ലോ. അപ്പോൾ വേണു പറയുന്നുണ്ട്, മോളൊന്ന് എഴുന്നേറ്റേ, നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകാം, ഇതൊന്ന് കൺഫേം ചെയ്യണം. ഞാനും രേവതിയും മോളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം. അനിമോൻ ഇവിടെ ഇല്ലാത്തതല്ലേ, അതിനുശേഷം അനിമോൻ പോയിക്കോട്ടെ. ഇത് കാണുമ്പോൾ ജലജ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര ഇവൾ ഗർഭിണിയോ? എനിക്ക് ഇവളോട് താല്പര്യമില്ലായിരുന്നല്ലോ. എന്തായാലും അനി ആൾ കൊള്ളാം. പുറത്തു നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ കീരിയും പാമ്പുമാണ്. പക്ഷേ ഇവളിപ്പോൾ ഗർഭിണി കൂടി ആയല്ലോ. ഇനിയിപ്പോൾ പറയേണ്ടി വരില്ല, ഇവിടെയുള്ളവർ ഇവളെ തലയിലേറ്റി നടക്കും. എന്തായാലും ഉറപ്പിക്കാറായില്ലല്ലോ, വേഗം പോയി ഡോക്ടറെ ഒന്ന് പോയി കാണട്ടെ. ജലജ നീ പോയി അച്ഛനോടും അമ്മയോടും പറ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന്. ഇപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ പറയണോ? അതൊന്ന് ഉറപ്പിച്ചിട്ട് പോരെ? ഇപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തുറപ്പിക്കാനാ? വോമിറ്റിങ്ങും തലകറക്കവും ഒക്കെ ഗർഭിണികളുടെ ലക്ഷണമാണ്. അല്ല മോളെ, മോൾക്ക് ഇതിനു മുമ്പ് വോമിറ്റിംഗ് ഉണ്ടായിരുന്നോ? അമ്മേ 2 ദിവസം മുമ്പ് എനിക്ക് വോമിറ്റിങ്ങിനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. മാത്രമല്ല നല്ല തലക്കറക്കവും ക്ഷീണവും ഉണ്ടായിരുന്നു. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അത് ഉറപ്പിക്കാം, മോൾ ഗർഭിണി തന്നെയാണ്. അപ്പോൾ വേണു പറഞ്ഞിട്ടുണ്ട്, ഇത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല മോൾക്ക് ഡ്രസ്സ് മാറണോ? എന്നാൽ പിന്നെ സമയം കളയണ്ട. അല്ല ജാനകി വരുന്നുണ്ടോ? ഞാനില്ല, എല്ലാവരും കൂടി എന്തിനാ? നിങ്ങൾ പോയിട്ട് വിളിച്ച് പറഞ്ഞാൽ മതി. എന്നാൽ ശരി. അങ്ങനെ അവർ 3 പേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ജലജയാണെങ്കിൽ ഇതാരെങ്കിലുമൊക്കെ അറിയിക്കണ്ടേ? അപ്പോൾ തന്നെ ജലജ അബിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ അമ്മേ, ഞാൻ അമ്മയോട് ഇപ്പോൾ വിളിക്കരുത് എന്ന് പറഞ്ഞതല്ലേ, എനിക്ക് തിരക്കുള്ളതല്ലേ. മോനെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് മോനോട് പറയാതിരിക്കുക? എനിക്കിപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്. കാര്യം എന്തായാലും വന്നിട്ട് പറയാം. എടാ ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്. എന്താ അമ്മേ? അനി അവിടെയുണ്ടോ? ഇവിടെ എവിടെയും ഉണ്ട്. എന്താ കാര്യം അമ്മേ? എടാ ആ അനിയൊരു അച്ഛനാകാൻ പോവുകയാണ്. എന്താണ് അമ്മ പറയുന്നത്? അതെ, നിന്നെപ്പോലെ അവനൊരു അച്ഛനാകാൻ പോകുന്നു. പക്ഷെ നിന്നെപ്പോലെ വളഞ്ഞ വഴിയിലൂടെയല്ല. അവൻ നല്ല മിടുക്കനാണ്. ഒരു പണക്കാരി പെൺകുട്ടിയെ വളച്ചു വീഴ്ത്തിയിട്ട് കല്യാണം അന്തസ്സായി കഴിഞ്ഞു. ഇപ്പോൾ അവൾ ഗർഭിണിയായിരിക്കുന്നു. അമ്മേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ അവളെ കണ്ണെടുത്താൽ കണ്ടുടല്ലോ. അതൊക്കെ അങ്ങനെ തന്നെയാണ്, പക്ഷെ ചെറുക്കൻ പണി പറ്റിച്ചു. നീ ഒന്ന് ഫോൺ വെച്ചേക്ക്, ഞാൻ ഇക്കാര്യം അച്ഛനെയും അമ്മയെ അറിയിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ജലജ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജലജ അകത്തേക്ക് കയറുന്നുണ്ട്. അച്ഛനോടും അമ്മയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? വല്ല പണിയും തരാനാണോ? ഒരു സന്തോഷ വാർത്തയുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാല് കൂടി വരാൻ പോകുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ജലജെ നീ എന്താണ് ഈ പറയുന്നത്? അച്ഛനും അമ്മയ്ക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ വേണ്ട, ഇവിടുത്തെ ഒരു കൊച്ചുമകനും കൂടി അച്ഛനാകാൻ പോവുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിക്കാണെങ്കിൽ വലിയ സന്തോഷമാകുന്നുണ്ട്.
അങ്ങനെ അവർ സന്തോഷത്തോടെ പരസ്പരം നോക്കുന്നുണ്ട്. പക്ഷെ പറയുന്നുണ്ട്, ഇങ്ങനൊരു സന്തോഷ വാർത്ത ഉണ്ടായിട്ട് നയനമ്മോളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മോൾക്ക് ചമ്മലായിരിക്കും, ആദർശം അക്കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതിനെന്താ അച്ഛാ അവൾ പറയുന്നത്? ഗർഭിണിയായിരിക്കുന്നത് ആ നയനയല്ലല്ലോ, നമ്മുടെ അനാമിക മോളല്ലേ? അല്ല, അപ്പം നയനമോളല്ലേ ഗർഭിണിയായത്? അല്ല അച്ഛാ, അനാമിക മോളാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. ഇതെന്താ ഇദ്ദേഹത്തിനൊരു സന്തോഷമില്ലാത്തതുപോലെ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ്. ഒന്നുമില്ല വസുന്ധരെ, എനിക്ക് സന്തോഷം തന്നെയാണ്. അതൊക്കെ പോട്ടെ, ഇദ്ദേഹം അനിമോനെ ഒന്ന് ഫോൺ ചെയ്യേ, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമല്ലോ. മുത്തശ്ശി ഫോൺ ചെയ്യുകയാണ്. ആ സമയം ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട്. അബിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അബി വലിയ തിരക്കിലാണ്. ആ സമയം അബി അനിയെ അന്വേഷിച്ച് അനിയുള്ള സ്ഥലത്തേക്ക് വരികയാണ്. ഇവിടെ ഉണ്ടല്ലേ, എടാ അനി. എന്താ അബിയേട്ടാ? കൺഗ്രാറ്റുലേഷൻ. എന്താ അബി, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ, നീ വിചാരിച്ചതുപോലെയല്ലല്ലോ. എന്തായാലും അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ കൂടുതൽ അങ്ങ് നാടകം കളിക്കേണ്ട. എന്താ അബിയേട്ടാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം നീ മനസ്സിലാക്കിക്കോളും, അധികം താമസിക്കാതെ. ഇത് പറഞ്ഞ് അബി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം അനി ചിന്തിക്കുകയാണ്, അബി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ സമയത്താണ് മുത്തശ്ശൻ്റെ ഫോൺ കോൾ വരുന്നത്. അയ്യോ, ഇത് മുത്തശ്ശനാണല്ലോ. മുത്തശ്ശൻ എന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത്? ഇതും പറഞ്ഞ് അനി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ മുത്തശ്ശ, നീ എവിടെയാടാ? ഞാൻ ജ്വല്ലറിയിലുണ്ട് മുത്തശ്ശ. ഇപ്പോൾ ജ്വല്ലറിയിൽ നിൽക്കേണ്ട സമയമല്ല, നിന്റെ ഭാര്യയുടെ അടുത്താണ് നിൽക്കേണ്ടത്. അനാമിക മോൾക്ക് ഇപ്പോൾ മോൻ്റെ സാമീപ്യം അത്യാവശ്യമാണ്. മുത്തശ്ശൻ എന്താണ് ഈ പറയുന്നത്? പിന്നെ ഒന്നും അറിയാത്തതുപോലെ, ദേ വസുന്ധരെ, അവൻ നാടകം കളിക്കുന്നത് കണ്ടോ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ അനി, നീ തിരക്കൊന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വാടാ. എന്താ കാര്യം മുത്തശ്ശ? ഇവിടെ കുറച്ച് പണിയുണ്ടല്ലോ. അതൊക്കെ ഇപ്പോൾ മാറ്റി വെക്കേ, ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. അങ്ങനെ അനി അനന്തപുരിയിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ രേവതിയും വേണുവും അനാമികയും ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. രേവതി, എന്തായി? എന്താണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി. ഏട്ടത്തി പോസിറ്റീവാണ്, അനാമിക മോളൊരു അമ്മയാകാൻ പോവുകയാണ് എന്ന് സന്തോഷത്തോടെ പറയുകയാണ് രേവതി. ഈശ്വര, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ, എന്തായാലും സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുകയാണ് ജാനകി. ആ സമയം ജലജ പറയുന്നുണ്ട്, എന്തായാലും വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്, ഇത് നമുക്കൊരു ആഘോഷമാക്കണം. പിന്നെ വേണ്ടേ, ഇതെന്തായാലും നമുക്ക് ആഘോഷമാക്കണം എന്നൊക്കെ പറയുകയാണ് ജാനകി. ആ സമയത്താണ് മുത്തശ്ശിയും മുത്തശ്ശനും അങ്ങോട്ട് വരുന്നത്. ആ സമയം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്തായി പോയ കാര്യങ്ങൾ? സാറേ, എൻ്റെ മോള് ഗർഭിണിയാണ്. കാര്യം അറിഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ബിസിനസ്സിൻ്റെ ഒരു കാര്യത്തിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൂടി ഒഴിവാക്കിയിട്ടാണ് എൻ്റെ മോളുടെ ചെക്കപ്പിന് ഞാൻ പോയത്. ഏതായാലും നന്നായി, ഇവിടെ ആണുങ്ങളൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. എന്തായാലും റിസൾട്ട് പോസിറ്റീവ് ആയല്ലോ. ആ സമയത്ത് അനി അങ്ങോട്ട് വരികയാണ്. അനിയെ കണ്ടതും എല്ലാവരും കളിയാക്കി ചിരിക്കുകയാണ്. എന്താണ് എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ ആരും ഇക്കാര്യം ഇവരോട് പറഞ്ഞിട്ടില്ലേ? മോനൊരു അച്ഛനാകാൻ പോകുന്നു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? മോനിങ്ങ് വന്നേ, ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അനിയേയും കൂട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. മോനെ, അവരെന്താണ് ഈ പറയുന്നത്? എന്ത് പറയാൻ? സന്തോഷ വാർത്തയുണ്ട്, മോനൊരു അച്ഛനാകാൻ പോവുകയാണ്. ആദ്യം മോനോട് എനിക്ക് നല്ല അമർഷമുണ്ടായിരുന്നു, കാരണം അനാമികമ്മളോട് മോൻ അങ്ങനെയാണ് പെരുമാറുന്നത്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, പുറത്ത് മാത്രമേ നിങ്ങൾക്ക് അമർഷമുള്ളൂ, മനസ്സിൽ നിങ്ങൾക്ക് നല്ല സ്നേഹമാണ്. എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയും മനസ്സിലായില്ലേ? നിന്റെ ഭാര്യ ഗർഭിണിയാണ്. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമേ ഇല്ല. നീയും മോളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മോള് ഗർഭിണിയാവുന്നത്? എടാ അനി, നീ ഇങ്ങനെയൊന്നും പറയരുത്. അമ്മേ, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്? നിർത്തടാ, ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഇത്ര സംസാരമായിട്ട് ഇനി നീ അങ്ങോട്ട് വരരുത്. അനാമിക മോൾ ഇത് കേട്ടാൽ വലിയ സങ്കടമാകും. ഒരു ഗർഭിണിയോട് പറയാവുന്ന കാര്യങ്ങളാണോ നീ പറയുന്നത്? നീ അബിയേക്കാൾ തരം താഴ്ന്നു പോയോ? ഇത് വലിയ കഷ്ടമായല്ലോ. അമ്മേ, അവൾ ഗർഭിണിയായെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനല്ല. മോളോട് നിനക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചാലുണ്ടല്ലോ. കനകയും മുട്ടച്ചിയുമാണ് ഈ വിവരം ആദ്യം അറിയിക്കേണ്ടത്. അവൾ ഇക്കാര്യം അറിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാകും. എന്നാൽ പിന്നെ നിന്റെ പിറകെ അവൾ നടക്കില്ലല്ലോ. നീ വേഗം ആ നന്ദുവിനെ ഒന്ന് വിളിക്കേ. ഇതേ അമ്മേ, അവൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞതാവും. അനി, ടെസ്റ്റ് റിപ്പോർട്ട് വരെ ഇവിടെയുണ്ട്, പിന്നെ എങ്ങനെ പറ്റിക്കാനാ? ഈ വിവരം എനിക്ക് കനകയോട് പറയണം. നിന്നോട് വിളിക്കാൻ ഞാൻ പറഞ്ഞില്ലേ? അമ്മേ, ഈ കാര്യം നന്ദുവിനെ അറിയിക്കേണ്ട. എന്താണ് അറിയിച്ചാൽ? നീ വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോണിൽ വിളിച്ചോളാം പറഞ്ഞ് ജാനകി കനകയ്ക്ക് വിളിക്കുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, അമ്മേ, ഇക്കാര്യം അമ്മ ആരെയും അറിയിക്കേണ്ട. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കേ. അങ്ങനെ കനക ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, മനസ്സിലായോ? ആ, മനസ്സിലായി. അനിയുടെ അമ്മയല്ലേ? അതെ, അനിയുടെ അമ്മ തന്നെയാണ്. ഈ നമ്പർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ലല്ലോ. എനിക്ക് നിങ്ങളുടെ ഒരു വിരോധവുമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ എനിക്ക് പോക്കേണ്ട ആവശ്യവുമില്ല. എങ്കിൽ നിങ്ങൾക്ക് വിരോധമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ അനിയുടെ അമ്മയെ വെറുതെ വഴക്കിടാൻ വേണ്ടി ഇങ്ങോട്ട് വിളിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കിടാൻ വേണ്ടി വിളിച്ചതല്ല ഞാൻ. എൻ്റെ മരുമകൾ ഗർഭിണിയാണ്. എൻ്റെ അനിമോൻ അച്ഛനാകാൻ പോകുന്നു.
വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ ജാനകി. നിങ്ങൾക്ക് ഉള്ളിൽ കൊണ്ട് വിഷമമുണ്ട് എന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങളുടെ മോളോട് കൂടി പറഞ്ഞേക്ക്, ആ മൊട്ടച്ചിയോട്. എന്താ ജാനകി ഈ പറയുന്നത്? ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അത്? എൻ്റെ മോൾ ഗർഭിണിയാണെന്ന് കരുതി ഉണക്ക പലഹാരവുമായി ഇങ്ങോട്ട് വന്നേക്കരുത്. ഇക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് ജാനകി ഫോൺ വെക്കുന്നുണ്ട്. അമ്മേ, അനാമിക പറയുന്നത് നമ്മ വിശ്വസിക്കരുത്. അവർ നുണ പറയുകയാണ്. അമ്മയെ അവർ പറ്റിക്കുകയാണ്. ഉടനെ തന്നെ അമ്മയ്ക്ക് അത് മനസ്സിലാകും. പിന്നെ ഇക്കാര്യം ഞാൻ മുത്തശ്ശനോട് പറഞ്ഞേക്കരുത്. നീ ഇങ്ങ് വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അനിയെ കൂട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. കനക ഇക്കാര്യം നന്ദുവിനോടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ നന്ദു SI യൂണിഫോം അണിയുകയും അനാമികയുടെ എല്ലാ കള്ളത്തരങ്ങളും തെളിയിക്കുകയും ചെയ്യുന്ന ഒരു കിടിലൻ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്.